കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇന്ന് അദ്ദേഹത്തിന്റെ ഈ പരിപാടി എന്താണ്, വിവരങ്ങൾ? അനുജ, ഇന്ന് അദ്ദേഹം തൃശ്ശൂര് ഉണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹം ഗുരുവായൂർ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ശക്തം പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി എത്തിയതാണ്. കഴിഞ്ഞ വർഷമാണ് ഈ പ്രതിമ KSRTC ബസ് ഇടിച്ച് തകർന്നത്. അന്നത് വലിയ വിവാദം ആയിരുന്നു. പിന്നാലെ KSRTCയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ MLAയും ചേർന്ന് പ്രതിമ പുനർനിർമ്മിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഇത് വലിയ വിവാദങ്ങളായിരുന്നു. അതായത് സർക്കാർ ഈ പ്രതിമ നിർമ്മിക്കാൻ വൈകുന്നു, വാക്കുകളൊക്കെ പാഴ്വാക്കാകുന്ന കാഴ്ചകളൊക്കെ കണ്ട് സുരേഷ് ഗോപി തന്നെ താൻ നേരിട്ട് നിർമ്മിച്ച് നൽകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് KSRTCയും ഇവിടുത്തെ MLAയും ചേർന്ന പ്രതിമയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് എത്തി ഇപ്പോൾ ശക്തൻ പ്രതിമയിൽ മാല അർപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിവിധ സംഘടനകൾ UDFന്റെയും LDFന്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചൊക്കെ ഉണ്ടായി. ഇന്നലെ വൈകിട്ട് DYFIയുടെ മാർച്ചെല്ലാം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നും അദ്ദേഹം ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. ഇന്ന് നമ്മൾ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം ഇപ്പോഴും മൗനം വെടിയാൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരും. ആ ഘട്ടത്തിൽ പ്രതികരണം ചോദിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന MP ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിലടക്കം അദ്ദേഹം MP ഓഫീസിന്റെ പരിസരത്ത് BJP സംഘടിപ്പിച്ച മാർച്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ട് മൗനം വെടിയുന്നില്ല എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് JSK വിവാദം മുതൽ തന്നെ അദ്ദേഹം ഒരു മൗനത്തിലാണ്. JSK പേരുമാറ്റ ഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രതികരണവും നടത്തിയില്ല സെൻസർ ബോർഡിനെതിരെ. അതിനുശേഷം ഛത്തീസ്ഗഡിൽ സിസ്റ്റർമാർ അറസ്റ്റിലായ വിഷയത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തിയില്ല. ഏറ്റവും ഒടുവിൽ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം അതിനും മൗനം തുടരുകയായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തത് എന്നൊരു ചോദ്യം BJP കോർ കമ്മിറ്റി യോഗത്തിലടക്കം ഉയരുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ശക്തൻ തമ്പുരാൻ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയ ശേഷം താഴേക്ക് ഇറങ്ങി വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് സാധ്യതയുണ്ടോ എന്ന പേടി നോക്കാമെന്ന് കരുതുന്നു. പക്ഷേ നിലവിൽ അദ്ദേഹം അതിന് തയ്യാറല്ല എന്നാണ് പാർട്ടി നേതൃത്വത്തോടൊക്കെ ഔദ്യോഗികമായി തന്നെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയിരുന്നു, ഇന്നിപ്പോൾ വീണ്ടും എത്തിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.